പാഴ്സൽ സർവീസുകൾ അവസാനിപ്പിക്കാനുള്ള റെയിൽവേയുടെ തീരുമാനത്തിന് പിന്നാലെ രണ്ടിടത്ത് കൂടി പാഴ്സൽ ഓഫീസുകൾക്ക് പൂട്ട് വീണു. കാസർഗോഡ്, തലശ്ശേരി സ്റ്റേഷനുകളിൽ ഇന്നു മുതൽ പാഴ്സൽ ഓഫീസ് പ്രവർത്തിക്കില്ല. ഇതോടെ ചരക്ക് നീക്കത്തിനൊപ്പം നിരവധി പേരുടെ തൊഴിലും പ്രതിസന്ധിയിലാകും. പ്രതിഷേധം ശക്തമാണെങ്കിലും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് റെയിൽവേ. മലബാറിൽ ചരക്ക് നീക്കത്തിന്റെ വലിയൊരു ശതമാനം നടന്നുവന്നത് റെയിൽവേ പാഴ്സൽ സർവീസ് വഴിയായിരുന്നു. ആ കാലം ഇല്ലാതാവുകയാണ്. കാസർഗോഡ്, തലശ്ശേരി സ്റ്റേഷനുകളിലെ പാഴ്സൽ നീക്കം ഇന്നു മുതൽ പൂർണ്ണമായും റെയിൽവേ അവസാനിപ്പിച്ചു. ട്രെയിനുകളുടെ സ്റ്റോപ്പേജ് ടൈം അടിസ്ഥാനമാക്കിയാണ് തീരുമാനം. 2 മിനിറ്റിൽ താഴെ മാത്രമാണ് ഇരു സ്റ്റേഷനുകളിലും ട്രെയിനുകൾ നിർത്തുന്നത്. ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് പാഴ്സൽ സൗകര്യം ഒഴിവാക്കുന്നത്. ഇതോടെ മംഗളൂരുവിനും ഷൊർണൂരിനുമിടയിൽ 307 കിലോമീറ്റർ ദൂരത്തിൽ മംഗളൂരു, കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ എന്നീ 5 ഇടങ്ങളിൽ മാത്രമാണ് പാഴ്സൽ സർവീസ് ലഭ്യമാകുക. മത്സ്യവിഭവങ്ങളടക്കം മറ്റിടങ്ങളിലേക്ക് കയറ്റി അയക്കുകയും പച്ചക്കറി, പാൽ, മരുന്നുകൾ തുടങ്ങിയവ തലശ്ശേരിയിലേക്ക് എത്തിക്കുകയും ചെയ്യാനുള്ള എളുപ്പമാർഗമാണ് ഇതോടെ ഇല്ലാതാവുന്നത്. ഈ ഒരു ജോലിനെ ആശ്രയിച്ചിട്ട് തന്നെ എല്ലാവരും ജീവിക്കുന്നത്. കാരണം വേറൊരു വരുമാനം എന്തായാലും നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇത്രയും കാലം എല്ലാവർക്കും ഇവിടെ 18 വർഷവും പിന്നെ എല്ലാവരും എക്സ്പീരിയൻസുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ലഗേജ് മാത്രം ആശ്രയിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു വരുമാനമായിരുന്നു ഒരിക്കലും ഇത്രയും ആൾക്കാർക്ക് കിട്ടൂല. അപ്പോൾ ഈ പാഴ്സൽ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാവരും ഡ്യൂട്ടി എടുത്തിട്ട് എല്ലാവരുടെ കുടുംബങ്ങളും പോറ്റുന്നത്. അപ്പോൾ അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിർത്തലാക്കാൻ വേണ്ടി രണ്ടാമതും അവർ ശ്രമിക്കുമ്പോൾ അതെല്ലാവരെയും അന്നം മുട്ടിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് കാണുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന 14 തൊഴിലാളികളെ കാത്തിരിക്കുന്നതും വലിയ പ്രതിസന്ധിയാണ്. മറ്റിടങ്ങളിൽ നിന്ന് ജോലിക്കെത്തുന്നവർ റെയിൽവേ പാഴ്സൽ വഴിയാണ് ഇരുചക്ര വാഹനങ്ങൾ സുരക്ഷിതമായി എത്തിച്ചിരുന്നത്. ദക്ഷിണ റെയിൽവേയുടെ തീരുമാനത്തിൽ പ്രതിഷേധവും ശക്തമാണ്. തലശ്ശേരിയിൽ പാഴ്സൽ കേന്ദ്രം അടയ്ക്കുന്നതോടെ കണ്ണൂരിൽ മാത്രമാകും ജില്ലയിൽ ഇനി സേവനം ലഭ്യമാകുക. 5 മിനിറ്റ് സ്റ്റോപ്പേജ് ടൈം എന്ന മാനദണ്ഡം കർശനമാക്കിയാൽ കണ്ണൂരിലെ പാഴ്സൽ ഓഫീസും പൂട്ടേണ്ടിവരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.